കണ്ണുനീര് നിങ്ങളുടെ കുടുംബത്തിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. കണ്ണുനീര് 5 തരം കണ്ണുനീര് ഒരു വീട്ടിൽ വീണാൽ, അല്ലെ ഒരുവന്റെ മേൽ വീണാൽ അത് പോവും. ഒന്നാമത്തെ കണ്ണുനീര്, മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴരുത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം മുഴുവൻ പോയി ധ്യാനിക്കുക. ഞാൻ വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴരുത്. ചില മക്കൾ അപ്പനമ്മയെ പീഡിപ്പിക്കാറുണ്ട്. വിദേശ രാജ്യം കഴിഞ്ഞ ആൾ കുറച്ച് ദിവസം മുമ്പ്, ഒരു 2 മാസം കഴിഞ്ഞില്ല, ഇവിടുന്ന് ഉള്ള ഒരാൾ എന്നെ വിളിച്ച് പ്രാർത്ഥന മേടിക്കാൻ വേണ്ടി ഒരു കുടുംബം വിളിച്ചു. അപ്പൊ അങ്ങ് പറഞ്ഞു വരുമ്പോ എനിക്ക് അച്ഛാ, എന്റെ അമ്മ കഴിഞ്ഞ് എനിക്ക് മരിച്ചുപോയി, എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല, കരയാ ഭയങ്കര. ഒന്നും വേണ്ടിയില്ല, ഫ്രണ്ട്സ് നാട്ടിൽ കേട്ടു. ഇനി വിലാപങ്ങൾ തുടങ്ങും, അത്രേ ഉള്ളൂ. ജോലിയെ ബാധിക്കും. വേറെ ഏത് കാര്യത്തിലും ഏത് നാട്ടിലൂടെയും തേനേമാരെ നടക്കാൻ ഇഷ്ടം പോലെ അവധിയെടുക്കും. പക്ഷേ സ്വന്തം അമ്മയെ അടക്കാൻ നേരമില്ല. അതിന് കണക്കുണ്ട്. മാതാപിതാക്കളുടെ കണ്ണുനീര്, അപ്പന്റെ കണ്ണുനീര്. എന്റെ ധ്യാന ശുശ്രൂഷ ജീവിതത്തില് എന്റെ മനസ്സിനെ വേദനിപ്പിച്ചൊരു സംഭവം പറയും. ഒരിക്കലും അമ്മ വന്നിട്ട് എന്റെ അടുത്ത്, അച്ഛാ എന്റെ മരുമകൾ എന്നെ ഒരുപാട് പീഡിപ്പിക്കുക, എന്റെ മകനും മരുമകളും കൂടെ ഒരുമിച്ച് കൂടി എന്നെ വല്ലാണ്ട് പീഡിപ്പിക്കുക, അച്ഛൻ എന്നെ എവിടെയെങ്കിലും ഒരു ആശ്രമത്തിലാക്കും, ഞാൻ എന്ത് കരയുക. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ ഞാൻ പറയാം, അമ്മച്ചി ഇങ്ങനെ കരുതരുത്, മക്കള് അവരിങ്ങനെ ചെറുപ്പക്കാർ, അവരുടേതായ ആ ശൈലികൾ, അവരുടെ രീതികളൊക്കെ ഉണ്ട്, അവർ പുതിയ ലോകത്തുള്ള, അതൊന്നും അമ്മയൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അമ്മച്ച സഹിച്ച് ക്ഷമിച്ചൊക്കെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്ര സ്നേഹത്തോടൊക്കെ പെട്ടെന്ന് തിരക്കിനിടയ്ക്ക് ഞാൻ പറയാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറഞ്ഞു, അല്ലച്ച അങ്ങനെ അല്ലച്ച, ഇത് പ്രശ്നമാണ്, എന്നെ അവർക്ക് വേണ്ടഞ്ഞിട്ട് അച്ഛ പറഞ്ഞു. അമ്മച്ചിയുടെ തോന്നല അത് മക്കൾക്ക് അമ്മയെ ഇല്ലാതെ അങ്ങനെ പറ്റുമോ, അമ്മ അങ്ങനെ സംഭവിക്കില്ല, അമ്മ പറ. അമ്മയോട് പറഞ്ഞു, നോ. അമ്മ പോയപ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധമെന്ന് പറഞ്ഞു, ആരമ്മ വേദനിച്ചാ പോയത് കേട്ടോ. അതിന്റെ പിറ്റേ ആഴ്ച സെന്ററിൽ ധ്യാനം നടക്കുമ്പോൾ ഈ അമ്മയുടെ ഇടവകയിലത്തെ വികാരിച്ചൻ കുമ്പസാരിപ്പിക്കാൻ വന്നു. ഞാൻ കണ്ടപാട് വിചാരിച്ച എനിക്കൊരു കാര്യം ചെയ്യാണ്ട്. ഒരമ്മച്ച എൻ്റെ അടുത്ത് വന്നായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ എന്നോട് പറയാം, അച്ഛ ഒരു അമ്മച്ചി അച്ഛൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, വന്നാലും അച്ഛൻ, ഞാൻ പറഞ്ഞു അച്ഛാ അത് ചോദിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അമ്മച്ചി അച്ഛൻ, ശരിയാണോ അച്ഛൻ, നിങ്ങൾ വെറുതെ ക്യാഷ്വലായിട്ട്. അച്ഛ സത്യം, അത് ഡൊമിനിക് അച്ഛന് പറ്റുമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആശ്രമത്തിൽ അമ്മയൊന്നാക്കുക. വീതം മക്കൻ എഴുതി മേടിച്ച് കൈക്കലാക്കി. ഈ അമ്മയുടെ ഭർത്താവ് മരിച്ചും പോയി. മരുമകൾക്ക് അമ്മയോട് ശുശ്രൂഷിക്കാൻ താല്പര്യമില്ല. എനിക്കിത് ഭാരമായി. കുഞ്ഞുങ്ങളും തള്ള എല്ലാവരും കൂടെ ഒക്കെ എന്നോട് പറഞ്ഞാൽ ആര് നോക്കുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. മകൻ ബോധപൂർവമാണ് ഈ മരുമകളെയും കൊണ്ട് അമ്മയിട്ട് നക്ഷത്രം എണ്ണിച്ചത്. അപ്പൊ വിചാരിച്ചനോട് പറഞ്ഞു, അച്ഛന് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആ കാര്യം ഞാൻ ഏറ്റുന്നു, അമ്മയും കൂട്ടാക്കാൻ. പിറ്റേ ആഴ്ച അമ്മ വന്നപ്പോൾ ഞാൻ എൻ്റെ അണക്കര മരിയൻ റിട്രീറ്റ് സെന്ററിന്റെ ലെറ്റർ പാടയിൽ ഞാൻ എഴുതി, എനിക്കറിയാവുന്ന ആശ്രമത്തിലേക്ക് ഈ അമ്മയെ സ്വീകരിച്ചേക്ക്, എന്ത് ചെലവ് വന്നാലും ഞാൻ കൊടുത്തോളാം. ഇപ്പൊ അമ്മ എന്റെ സംരക്ഷണത്തിൽ ആശ്രമത്തിൽ കഴിയുന്നുണ്ട്. ഇനി ആ വീട്ടില് ബാബലോണിന്റെ വിലാപമുണ്ടാകും. ഇതുപോലെ അപ്പന്മാര് വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്. മാതാപിതാക്കൾക്ക് അവസാനം കിട്ടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ ഒരു നല്ല വാക്ക്, ഒരു സ്നേഹം, അമ്മേ എന്നൊരു വിളി. കഴിഞ്ഞ ആളുകൾ ഞാൻ യൂറോപ്പിൽ ചെന്നപ്പോഴാണ് ഒരു കുടുംബം എനിക്ക് സങ്കടം വന്നു. ഇവളും നല്ല ശമ്പളമുണ്ട്, അവനുണ്ട് ഒരു 5 ലക്ഷം രൂപ എങ്കിലും ഇന്ത്യൻ കറൻസി ശമ്പളം പെർ മന്ത് ഉണ്ട്, അവക്കുണ്ട് ഒരു 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഇപ്പൊ മോക്കൊരു രോഗം പിടിപെട്ട് അവക്ക് ശരീരത്തിൽ ഒരു സ്കിൻ ഡിസീസ് പ്രത്യേകം വന്നിട്ട്, എക്സിമ പോലല്ല, വേറെ പ്രത്യേക രീതിയില്ല, ഈ ഒരു പ്രത്യേക സ്പോട്ട്. അപ്പൊ ഇത് വന്നിട്ട് കൊച്ചിന് എന്നും അസുഖമാണ്.
ഇത് വന്നപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗശാന്തി പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പെട്ടെന്ന് പരിശുദ്ധന്ന് പറഞ്ഞു, ഇവളോട് ചോദിക്ക്, നിന്റെ അതായത് ഇവന്റെ അമ്മയെ കാണിച്ചെന്ന്, ഇവന്റെ അമ്മ നിന്റെ അത് ഇവളോട് അമ്മായിമയെ കാണിക്കുന്നുണ്ടല്ലോ, എന്താ മോളെ എന്ന് ഞങ്ങൾക്ക് ചോദിച്ചപ്പോ അമ്മച്ചി അച്ഛ ഇത് അമ്മയ്ക്ക് ഞങ്ങൾ പണം മാത്രം മതി, അമ്മയ്ക്ക് കാശ് മതി, അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, ഇവിടുത്തെ പൈസ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവനും അനിയന് കൊടുക്കണം, അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. ഞാൻ നിർത്ത്, നീ വാഴ നിർത്ത. നീ അമ്മയും തമ്മിൽ സംസാരിച്ചിട്ട് എത്ര വർഷം? 15 വർഷം. അവിടെ എന്റെ പൊന്നുമോളെ, യേശുവിന്റെ നാമത്തിൽ ഞാനല്ല, ഏത് ഗിഫ്റ്റുള്ള അച്ഛൻ നിന്റെ കുഞ്ഞിന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും നിന്റെ കുഞ്ഞ് സുഖപ്പെടില്ല. കാരണം ദൈവം കൂടെ നിരൂപിക്കാതെ രോഗശാന്തി പ്രതീക്ഷിക്കേണ്ട. ഒരു അച്ഛൻ തീരുമാനിച്ചാൽ രോഗശാന്തി ഉണ്ടാകില്ല, ദൈവം കൂടെ നിരൂപിക്കണം. അച്ഛനിറങ്ങിയോണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നീ ആദ്യം നിന്റെ അമ്മയോട് വിളിച്ച് മാപ്പോറെ ക്ഷമ ചോദിക്കണം. അച്ഛൻ ഞാൻ ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ട് നാളെ വാ, എന്നിട്ട് ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. പൊക്കോളാൻ പറഞ്ഞു. അന്നപ്പോളെ ഞാൻ കറ്റോട്ടടിച്ചു. അന്ന് വൈകിട്ട് പോയി ഇവള് വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ വിളിച്ച് ആദ്യം പറയണം അമ്മേ എന്നോട് ക്ഷമിക്കണം, വേറൊന്നും പറയാം, എന്റെ ഭാഗത്തെ തെറ്റെന്നേ പറയാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ഇവള് വിളിച്ചിട്ട് അമ്മേ സോറി എന്ന് പറയും. അപ്പുറത്തൊന്നൊരു കരച്ചില്ല. അപ്പൊ അമ്മ പറയും, മോളെ നിന്റെ ഒരു അമ്മേന്നൊരു വിളി കേൾക്കാൻ ഞാൻ അത്ര നാളായി ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു. ഒറ്റ കരച്ചില്ല അമ്മ. ആണ്ട് പറയും, മോളെ നിന്റെ ഭാഗത്തല്ലടി തെറ്റെന്റെ ഭാഗത്ത്. ഞാൻ നിന്നെ വേണ്ട പോലെ. അമ്മ ഇങ്ങോട്ട് പറയും, ഇവള് കരയാൻ തുടങ്ങി, വാവിട്ട് കരയാൻ തുടങ്ങി. പിറ്റേ ദിവസം ഈ കുഞ്ഞും അമ്മയും അപ്പൻ ഇവർ 3 പേരും കൂടെ എൻ്റെ അടുത്ത് വന്നു. സിവിഡിലുണ്ടായൊരു സംഭവം, ഒരു മലയാളി കുടുംബം. പിറ്റേ ദിവസം ആ കുഞ്ഞിന്റെ ശരീരത്തിൽ സൗഖ്യം സംഭവിച്ചു. പിറ്റേ ദിവസം ആ കുഞ്ഞിന്റെ ശരീരത്തിൽ സൗഖ്യം സംഭവിച്ചു. ഇവിടെ ഇരിപ്പുണ്ട് വലിയ ആളുകളായിപ്പോ. ഞങ്ങൾ അമേരിക്കയിലെ യൂസ്ഫുള്ളായി തീർന്നു. പിന്നെ അപ്പനും അമ്മയ്ക്കൊന്നും ഒരു വിലയില്ലാതെ കൊടുക്കാത്ത മക്കള് കാണും. മക്കളെ വിലാപം ഉറപ്പാ. രണ്ട്, സഹോദരങ്ങളുടെ കണ്ണുനീര്. മരുമക്കളുടെ കണ്ണുനീര് കുടുംബത്തിൽ വീണേക്കരുത്. ഇന്നുണ്ട് പല വിവാഹമോചനം. ദൈവം വിവാഹമോചനം. ഞാൻ സുവിശേഷയെ വിശ്വസിക്കുന്നുള്ളൂ. കാരണം മരണാനന്തര ജീവിതം തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റി. മരണാനന്തര ജീവിതം സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്നുള്ളത് ഒരു പ്രസിഡന്റ് വരെ തീരുമാനിക്കുന്നത് ഈ ബൈബിളാ തീരുമാനിക്കുന്നത്. Am I right or not? Yes or yes or yes? Yes, praise the Lord. മരിക്കുന്ന നിമിഷം വരെയുള്ള തീരുമാനമേ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനു ശേഷം സ്വർഗമോ നരകമോ ആ തീരുമാനിക്കുന്നത് ഈ വചനം തന്നെയാ. യേശുവേ നന്ദി. പോയേക്കരുത്, മനസ്സിൽ നിന്ന് പോയേക്കരുത്, ഒരിക്കലും പോയേക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ വേർപെടുത്തുന്ന ആരാ? മനുഷ്യനാണ് വേദനിപ്പിക്കുന്നത്, ദൈവമല്ല വേർപെടുത്തുന്നത്, മനുഷ്യരാ. സ്വാർത്ഥത. സ്നേഹമുള്ളപ്പോൾ ഒരു മുറി മതി. സ്നേഹമില്ലാത്തപ്പോൾ ഒത്തിരി മുറി വേണം. അടുത്തിരിക്കുന്ന ആളുടെ ശബ്ദം കേൾക്കാത്ത സ്ഥലത്തിരിക്കണം. മുറികളുടെ എണ്ണം കൂടുന്നത് സ്നേഹം കുറയുന്നുണ്ടാ. സ്നേഹം കൂടുമ്പോൾ എല്ലാവരും ഒറ്റ മുറി കിടക്കും. യേശുവേ നന്ദി. അത് ഭയങ്കര ഭാഗ്യമാണ്. ഞാനൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾ 11 പേരൊറ്റ ബാച്ച്. ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ടൂറിന് എവിടെയെങ്കിലും പോയെങ്കിൽ 10 മുറിയൊക്കെ ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ കയറില്ല. ഞങ്ങളെല്ലാം കൂടെ ഒറ്റ മുറിക്കകത്ത് കിടക്കും. അവിടെ കിടന്നു. അപ്പുറത്ത് പറ്റില്ല. സ്നേഹമുള്ളിടത്തൊരു മുറി മതി, സ്നേഹമില്ലാത്തടത്ത് 10 മുറി വേണം.
സ്നേഹം. ഹൃദയം വിശാലമാണെങ്കിൽ ഇത് സന്തോഷമല്ലേ? ഹൃദയം അടച്ചൊരുത്തന്റെ അടുത്ത് ജീവിക്കുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. യേശുവേ നന്ദി. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ തലമുറയ്ക്ക് പറ്റിയത് സ്നേഹമില്ല, അവർക്ക് സ്വാർത്ഥതയാ. ഇൻഡിവിജ്വൽ സംഭവം വലിയ തിയറി പറയാൻ ഭയങ്കര രസമാണ്. എല്ലാം പറയും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ശേഷം വലിയ ബുദ്ധിമാനാ, അവനവന്റെ തിയറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ക്രിസ്തുലോഷ് ഒന്നും കേൾക്കരുത് എന്ന് ഓർത്തണം. മരണാനന്തരം ഒരു ജീവിതം തീരുമാനിക്കുന്നത് ഈ ബൈബിളാ, യേശുവിന്റെ വചനമാണ്. ക്രിസ്തുലോഷ് വേറെ ആർക്കും ഈ നിയമമാണ്. ക്രിസ്തുലോഷ് ദ ലോ ഓഫ് ദൈവത്തിന്റെ നിയമം. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ അടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ചില കുടുംബങ്ങളിൽ സഹോദരങ്ങളുടെ കണ്ണുനീര് കിടപ്പുണ്ട്. അതുങ്ങൾ വീട്ടിൽ കിടന്ന് നക്ഷത്രമുണ്ട്, മോളെ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ, പഠിപ്പിക്കാൻ. നോക്കേ, എനിക്കറിയേണ്ട ആവശ്യമില്ല, അതവരുടെ കാര്യം അവരും നോക്കണം. ഞാൻ ആരുമല്ല, നമ്മള് വേറെ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. ഇത് ദൈവകൽപ്പന ലംഘിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കായൻ തന്റെ സഹോദരനായ ആബേലിനെ കൊന്നൊടുക്കിയിട്ട് ആ ഭൂമിയിൽ നിൽക്കുമ്പോൾ ദൈവം വിളിച്ചു ചോദിക്കുന്നു, കായൻ, കായൻ, നിന്റെ സഹോദരൻ എവിടെ? Where is your brother? എനിക്കറിയില്ല എന്നാണല്ലോ ഒത്തിരി പേര്. എനിക്കിത് അറിയേണ്ട കാര്യമില്ല. അവരുടെ നിലവിളിയോ അവരുടെ കുടുംബത്തിലുള്ള മക്കളുടെ നിലവിളിയോ അതൊന്നും എനിക്ക് ബാധകമല്ല. എനിക്കാകെ ബാധകം എന്റെ കാര്യം. എന്റെ ദേഹത്ത് വേദന ഉണ്ടാകുന്നുണ്ടോ, എനിക്ക് അസുഖമുണ്ടോ, എന്റെ കാര്യം മാത്രം. യേശുവേ നന്ദി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ഗൗരവമുള്ള കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ രണ്ട് സഹോദരന്റെ സഹോദരിയുടെ മരുമക്കളുടെ കണ്ണുനീര്. അടുത്തത് മക്കളുടെ കണ്ണുനീര്, പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുനീര്. അതാണ് ഈ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ശിശുക്കളെ വധിച്ച മാതാപിതാക്കൾ, ഈ ശിശുക്കളുടെ കണ്ണുനീര് ഭയങ്കര പവറാന്ന് പറയുന്നത്. ബോധപൂർവം നടത്തുന്ന അബോർഷനുകളെല്ലാം ഭയങ്കരമായ ഒരു വിലാപങ്ങൾ. അത് ദൈവകൽപ്പനയുടെ ലംഘനം. അത് മക്കളുടെ കണ്ണ്. ചില മാതാപിതാക്കളുടെ മക്കളോട് അവഗണന കാണിക്കും, മക്കളെ തകർക്കും, മക്കളെ സ്നേഹിക്കില്ല, അവരെ പീഡിപ്പിക്കും, തരംതിരിവ് കാണിക്കും. ഒരുത്തിനോട് സ്നേഹം, ഒരുത്തിനോട് താല്പര്യമില്ല. അല്ല, ഓരോ രീതിയിൽ അവരെ മുറിപ്പെടുത്തും. അവർക്ക് ഈശ്വരി കൊടുക്കില്ല, അവർക്ക് വേറെ രീതിയിലാണ്, മുഴുവൻ രീതിയാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് ഒരൊറ്റ കാര്യത്തിൽ അസ്വസ്ഥതയുള്ളൂ, അത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. അല്ലാതെ അതുങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്നോ പ്രസലോഷ് അവർ വിശുദ്ധനായിത്തീരണമെന്നോ വിശുദ്ധിയായിത്തീരണം അതൊന്നും അവർക്കില്ല. അവർക്ക് അത് എന്റെ അഡ്രസ്, എന്റെ വലിപ്പം ഇരിക്കുന്നത് എന്റെ മക്കളുടെ വലിപ്പത്തിലാണ്. മക്കള് വലുതായില്ലെങ്കിൽ ഞാൻ ചെറുതായിപ്പോവും. അതാണ് അപ്പനമ്മമാരുടെ കുഴപ്പം. മക്കള് നന്നായിട്ട് പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ ചെറുതായി പോകും. മക്കള് നന്നായിട്ട് ഡാൻസ് കളിച്ചില്ലെങ്കിൽ ഞാൻ ചെറുതായി പോകും. മക്കള് പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ ഞാൻ ചെറുതായി പോകും. അപ്പൊ എന്റെ വലിപ്പമാണിത്. കൊച്ചു പള്ളി പോവോ, പ്രാർത്ഥിക്കോ, മുസാരിക്കോ, കുർബാനസ്വീകരിക്കോ, അതൊന്നും സാരില്ല. പബ്ലിക്കിൽ അവൻ ഒന്നാമതായാ മതി. ദൈവത്തിന്റെ മുമ്പിൽ എത്ര ചെറുതായാലും കുഴപ്പമില്ല. പബ്ലിക്കിൽ അവൻ he should be the first. Praise the Lord. Do you follow me or not? Clear. Sarvadeva hallelujah. Sarvadeva hallelujah. Studik hallelujah. ഇതൊക്കെ വരുമ്പോൾ നിലവിളി ഉണ്ടാകും. ബാബിലോണിന്റെ നിലവിളി ഉണ്ടാകും. വിലാപമുണ്ട്. ഇത്തരം കുടുംബങ്ങളിൽ വിലാപങ്ങൾ ഉണ്ടാകും. ദൈവത്തെക്കാൾ ഉപരി പേര് പെരുമ പ്രശസ്തിക്ക് സ്ഥാനം കൊടുക്കുന്ന മാതാപിതാക്കളോർത്തോളം വിലാപങ്ങൾ ഉണ്ടാകും. ഇനി മൂന്നാമത്തെ നിലവിളി. 1, 2, 3. യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിലവിളി നടത്തുന്ന ഒരു കാര്യം കൂടെ വളരെ ഗൗരവമാണ്, വളരെ ഗൗരവം. എൻ്റെ അടുത്തൊരു കേസ് വെച്ചോട്ടെ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന മേഖല
ദുരുപയോഗിക്കുന്ന മേഖല. ഈ മറ്റുള്ളവരുടെ ജീവിതം കളഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജീവിതം കയറില്ല. സുഖത്തിന് വേണ്ടിയാട്ടെ എന്തിനേലും ആട്ടെ മറ്റൊരുത്തനെ നശിപ്പിച്ച് എങ്ങനെ സോപ്പിട്ടോ സ്നേഹിച്ചു എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ നമ്മുടെ കയ്യിലാക്കി അങ്ങനെ അതിന്റെ ജീവിതം ഒരു പെൺകൊച്ചിന്റെ ഒരു ആൺകൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചാൽ നീ വിലാപങ്ങളിലേക്ക് പോകേണ്ടി വരും. നിലവിളി ഉണ്ടാകും. ഡെഫിനിറ്റ് ആണ്. വിലാപങ്ങളിലേക്ക് പോകേണ്ട ഒരു സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നാലാമത്തെ കണ്ണുനീര്. അപ്പൊ ഞാൻ ഈ കണ്ണുനീരിന്റെ പ്രത്യേകത എന്താ? ഈ കണ്ണുനീരിൽ ഏറ്റവും കൂടുതലുള്ള അംശം എന്താ? ഉപ്പിന്റെ അംശം, സോൾട്ടിന്റെ അംശം. കാരണം പ്രായമുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് പണ്ടൊക്കെ കേരളത്തിലെ ഈ കടകളിൽ ഉപ്പ് അവര് സൂക്ഷിച്ചിരുന്നത് ഈ കടയ്ക്ക് പുറത്തായിരിക്കും. സിമെന്റ് തറയിലായിരിക്കും. ഈ സിമെന്റ് തറയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സിമെന്റ് മുഴുവനും ദ്രവിച്ചു പോകും. ശരിയാണോ? ഇത് തന്നെയാ കണ്ണുനീര്. അത് നമ്മുടെ മേൽ വീണാൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ വീണാൽ അവിടെ ഇളകാൻ തുടങ്ങും. അടിത്തറ ഇളകും. അപ്പന്റെ കണ്ണുനീര്, അമ്മയുടെ കണ്ണുനീര്, സഹോദരന്റെ കണ്ണുനീര്, സഹോദരന്റെ ഭാര്യയുടെ കണ്ണുനീര്, സഹോദരിയുടെ കണ്ണുനീര്, അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ മരുമക്കളുടെ കണ്ണുനീര്. വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന പെങ്കൊച്ചിന് വളരെ ബുദ്ധി ഉപയോഗിച്ചും നമുക്ക് അതിനെ ഇറക്കി അങ്ങ് വിട്ട് ഡൈവോഴ്സ് ഒക്കെ അടിച്ച് ഇതിന് പറ്റിയവർ അഡ്വക്കേറ്റുമാരും ലോകത്തുണ്ട്. എന്തിനും കൂട്ടു നിൽക്കുന്നവരവസ്ഥ. ആര് നശിച്ചാലും കുഴപ്പമില്ല, ദൈവിക നിയമം ഏത് ലംഘിക്കാനും ഞാൻ റെഡിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത്ര തൻ്റെടോ. അപ്പോൾ ഓർത്തണം, ആ കണ്ണുനീരൊക്കെ ഉണ്ടല്ലോ ഈ കെട്ടിടത്തിന്റെ അടിത്തറ പതുക്കെ ഇളകും. ഇതാണ് ഈ വിലാപം നമ്മുടെ നാട്ടിൽ കൂടാനുള്ള കാരണങ്ങൾ ഒന്ന്. യേശുവേ നന്ദി. ഇനി നാലാമത്തെ കണ്ണുനീര്, ദരിദ്രന്റെ കണ്ണുനീര്. പാവപ്പെട്ടവന്റെ കണ്ണുനീര്. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. എനിക്കറിയാം, എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കലും ഞാനത് പരിശുദ്ധ പ്രാർത്ഥനയിലും കഴിഞ്ഞപ്പോൾ അദ്ദേഹം അച്ഛൻ ഞാൻ ഇപ്രാവശ്യം അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ അദ്ദേഹം വേറൊരു രാജ്യത്താണ്, സൗത്ത് ആഫ്രിക്ക ഭാഗത്തുള്ള ജോഹന്നാസ്ബർഗിലുള്ള. ഇദ്ദേഹം നാട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഞാൻ പറഞ്ഞു ഒരു ദിവസം വിളിച്ചതിനെ ഞാൻ പറയാം എവിടെ പോവാ? അച്ഛൻ ഞാൻ ഈ ആലപ്പുഴയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് പോവാ. എന്തിനാ പോകുന്നത്? അത് എൻ്റെ അപ്പനെ ഞങ്ങളുടെ വീട്ടിൽ പണിതുകൊണ്ടിരുന്നൊരു പാവപ്പെട്ടൊരു മനുഷ്യനെയും കുടുംബത്തെയും വല്ലാണ്ട് നശിപ്പിച്ചിട്ട് ഇറക്കി വിട്ടു. ഒന്നും കൊടുത്തില്ല, പീഡിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബം തീർന്നുവെച്ചാ മൊത്തം മാനസിക രോഗികളാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് പോവുക. അവിടെ എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കി എന്തെങ്കിലും ചെയ്യാൻ പോവുക. അച്ഛന് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ വീട്ടിൽ ചെന്ന് വെച്ചാൽ ഒരു കൂനയ്ക്കകത്ത് കഴിയുന്ന ഞാനൊരു തീരുമാനം എടുത്തു, അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ. അടുത്ത മോള് പ്രായമായി, എൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. അതിനായിട്ട് ഞാൻ ഇപ്രാവശ്യത്തെ എൻ്റെ മുഴുവൻ പൈസയും അവർ കൊടുക്കുക. എൻ്റെ അപ്പനും അമ്മയും കൂടെ ചെയ്തൊരു കുരുത്തക്കേട് ഞാൻ തീർക്കാൻ പോവാ. അല്ല എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന അതെ, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം തന്നെ തല്ലിപ്പിരിഞ്ഞച്ചാ ഒരുത്തിന് ഞങ്ങൾ പൈസ എന്തെങ്കിലും കൊടുത്താലോ നശിപ്പിച്ച് കളയുള്ളൂ. ഒരുത്തൻ വീട്ടിൽ നിന്ന് കുടിച്ച് കളയുക. ആ കുടിയന്റെ ഭാര്യയ്ക്ക് രോഗമാണ്. എനിക്ക് ആ സംഭവം എല്ലാം എൻ്റെ മനസ്സിൽ ഓടി വരുന്നു. അമ്മയ്ക്ക് രോഗം വന്ന് വീട്ടില് ഇരിപ്പുണ്ട്. പ്രശ്നങ്ങൾ മുഴുവൻ പറയാം. അപ്പം മരിച്ചുപോയി. ഒരു ചരിത്രമാണ്. ദരിദ്രന്റെ കണ്ണുനീര്, പാവപ്പെട്ടവന്റെ കണ്ണുനീര്, അത് ചോര കണ്ണുനീരാണത്. നമ്മുടെയൊക്കെ വളർത്തിയ ഒത്തിരി പേരുണ്ട് മക്കള്. ഡൊമിനിക്കച്ചൻ വിളിക്കുമ്പോൾ ഞാനൊന്നും തന്നെ ദൈവത്തിന്റെ കൃപ ഒത്തിരിയേറെ മക്കളുടെ പാവങ്ങളുടെ നെല്ലുവിളിയുടെയും പ്രാർത്ഥനയുടെയൊക്കെയാണ്. ദരിദ്രന്റെ കണ്ണുനീര് വലിയൊരു കണ്ണുനീരാ. അഞ്ചാമത്തെ കണ്ണുനീരുണ്ട്, അത് സഭയുടെ കണ്ണുനീര്. സഭയുടെ കണ്ണുനീര്, വൈദികരുടെ കണ്ണുനീര്, സിസ്റ്റേഴ്സിന്റെ കണ്ണുനീര്, മെത്രാന്മാരുടെ കണ്ണുനീര്, സഭയിലെ ഇടവകളൊക്കെ കേരളത്തിൽ ചില വൈദികരുടെ കണ്ണുനീര്. ഒരു കഴിഞ്ഞ ആളുണ്ടായ സംബന്ധിച്ച സമയം ഞാൻ എടുക്കില്ല, ഇപ്പം തീർക്കും. കാരണം വചനം ചെല്ലട്ടെ. വചനം ചെല്ലാതെ ബാക്കി ചെന്നിട്ട് കാര്യമില്ല. ഒരച്ഛനെ ഇവർ പെട്ടെന്ന് സ്ഥലം മാറ്റിച്ചു. ഒരു ചെറിയ പ്രശ്നം വന്നാ ആ അച്ഛനെ തീർത്തവര്, സത്യം പറഞ്ഞ അച്ഛൻ സൂയിസൈഡ് ചെയ്യേണ്ടതായിരുന്നു. ആ പള്ളിയിലത്തെ കപ്പിയാര് ആണ് എന്നോട് ഇതെല്ലാം പറയുന്നത്. അച്ഛന് പോകുന്ന ഒന്ന് രാവിലെ കുർബാന അർപ്പിക്കുമ്പോൾ, ബലിപീഠത്തുനിന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസിയും ബിലാസി എടുത്തിച്ചിങ്ങി പ്രാർത്ഥിക്കുന്ന സമയത്ത്
പുടപുടോന്ന് അച്ഛന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങോട്ടെന്ന് വീണു. അപ്പൊ അച്ഛന്റെ ഉടനെ ആൾക്കാരെ കിടന്ന ഈ സംഘിഞ്ഞ് വെള്ളത്തുണി എടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ കണ്ണു തുടയ്ക്കുന്നു. അപ്പൊ ഈ കപ്പ്യാരിത് കണ്ടുകൊണ്ടിരിക്കുക. അവനാകെ ചങ്കതാണ്. അപ്പൊ അവനോട് കാര്യം പറഞ്ഞു. അവൻ ഓടി വന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, അച്ഛ എന്നെ അച്ഛന്. ഞാൻ പറഞ്ഞു, നമ്മൾ ക്ഷമിക്കണം, ശരിയാണ്, ഓക്കെ, നമ്മൾ നിങ്ങൾ ഇത്രയും ചെയ്യും, നിങ്ങൾ ഓക്കെ, പ്രശ്നം ഉണ്ടായി, ഞാൻ അംഗീകരിച്ചു. പക്ഷെ നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ. സ്വന്തം മകനാണ് മകൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ. അങ്ങനെ തല്ലി 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 ചതച്ച് തീർത്ത് ഇനി അടുത്ത ജന്മത്തിൽ അച്ഛൻ തല ഉയർത്തി നടക്കരുത്. അതുപോലെ ചെയ്തു തീർക്കുമ്പോൾ ബാബിലോണിന്റെ വിലാപം അവന്റെ കുടുംബത്തിൽ ആരംഭിക്കും. കേരളത്തില് ഒരു പ്രൊഫസർ എൻ്റെ ധ്യാനത്തിന് വന്നപ്പോഴാണ് ഈ ബന്ധിച്ച മേത്തേക്ക് ആളിങ്ങനെ വീഴും, വീണ്ടും പ്രാർത്ഥിക്കും. ഇതിങ്ങനെ ഒരു വല്ലാതൊരു സാധാരണ പ്രാർത്ഥിച്ച് നമുക്ക് മനസ്സിലാവും ഹീലിംഗ് പെട്ടെന്നുണ്ട്, ആളങ്ങ് പൊക്കോളൂ. ഇതൊരു പ്രത്യേക രീതിയിൽ ഒരു സൈക്കിക്ക് പോലെ ആള് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇദ്ദേഹം തന്ന പേപ്പർ ഞാനങ്ങ് മാറ്റിയിട്ടാണ്, ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. നോക്കുമ്പോണ്ട് എഴുതി ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ പള്ളിയിലെ കൊച്ചച്ഛൻ്റെ പ്രശ്നം വന്നപ്പോൾ ചെറിയ പ്രശ്നമോ, ഓയ്യോ ആള് എഴുതിക്കുക അച്ഛാ ഞാനിങ്ങനെ സംഭവം ഉണ്ടായി. അപ്പൊ ഞാൻ നോട്ടീസ് അടിച്ച് നാട് മുഴുവൻ പരത്തി മുഴുവൻ തീർത്ത് അച്ഛന്റെ ചെറുപ്പം, അച്ഛനായിട്ട് 2 വർഷം 3 വർഷമേ ഉള്ളൂ, ചെറിയൊരു പ്രശ്നമുള്ളൂ, ആള് തന്നെ എഴുതി വെച്ച കാര്യം ഞാനത് കൊടുത്തു. എന്റെ അച്ഛ ഇതിന് ശേഷം എന്റെ കുടുംബം മുഴുവൻ തകരാൻ തുടങ്ങി. പ്രൊഫസറാണ്, കോളേജ് പ്രൊഫസറാണ്. പ്രാർത്ഥിക്കണം, ഞങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് കുറവുകൾ ഉണ്ടാകുമ്പോൾ സ്നേഹപൂർവ്വം വന്ന് ഞങ്ങളെ രക്ഷിക്കണം, സഹായിക്കണം. പക്ഷേ ഒരു അച്ഛനൊരു ഇതല്ല, എന്ന ജനത്തിന് അച്ഛനൊരു തെറ്റ് വന്നിട്ട് വേണം അച്ഛനെ കൊന്നൊടുക്കാൻ. അതിലൊക്കെ ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന്റെ ഫലമായിരിക്കും സ്വന്തം മക്കളിലേക്ക് തകർച്ച വരുന്നത്. കുറവുകൾ ആർക്കും വരാം. പ്രാർത്ഥിക്കണം, മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം. അണക്കരയിൽ അച്ഛന്മാർ ഏകദേശം 2500 പേരോളെങ്കിലും താമസിച്ച് ധ്യാനം കൂടെ വന്നിട്ടുണ്ട്. പല അച്ഛന്മാരുടെയും കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. ജനത്തിൽ നിന്നുണ്ടായ നിലവിളി വാവിട്ട് കരയും. എന്റെ തോളെ കടന്നിട്ടുണ്ട് അച്ഛൻ. ഞാൻ പിടിച്ചു നിർത്തിയാൻ, ഞാൻ സാരില്ല അച്ഛ, ആളുകൾ എന്തെങ്കിലും പറയട്ടെ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് അച്ഛ. പക്ഷെ ഈ കണ്ണുനീര് എന്റെ തോളലല്ലത് വീഴുന്നത്, അത് നിന്റെ തോളലാണ്. ഈ വർഷം എനിക്ക് ഒത്തിരി അച്ഛന്മാരുടെ ധ്യാനമുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അച്ഛന്മാരുടെ ധ്യാനം ഞാൻ നടത്താൻ പോകുന്നു. ട്രിവാൻഡ്രം ആർച്ച് ഡയസിസിലെ മുഴുവൻ അച്ഛന്മാരുടെ ധ്യാനം നടത്താൻ പോകുന്നു. പുനലൂർ ഡയസിസിലെ മുഴുവൻ അച്ഛന്മാരുടെ ധ്യാനം നടത്താൻ പോകുന്നു. സിറ മലങ്കരയുടെ മൊത്തത്തിലുള്ള അച്ഛന്മാരുടെ മുഴുവൻ ധ്യാനം നടത്താൻ പോകുന്നു. ഇതുകൂടാതെ എല്ലാ ധ്യാനത്തിലും അച്ഛന്മാരൊരു 30-40 പേര് അണക്കരയൊന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് പോകാത്ത എല്ലായിടത്തും വിളിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് വിളിച്ച്, തൃശ്ശൂരിൽ നിന്ന് വിളിച്ച്, എല്ലായിടത്തു നിന്ന് വിളിച്ചിട്ടുണ്ട്. പോകത്ത് പാവങ്ങൾ ചില സമയത്ത് ഉണ്ട്, വിഷമിക്കുന്നവരുണ്ട്. പക്ഷെ തല്ലിക്കൊല്ലരുത്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഈ ദേശത്തുള്ളവർക്ക് ബാബിലോണിന്റെ ഒരു വിലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. യേശുവേ നന്ദി. കേൾക്കാൻ ചെവിയുള്ള കേട്ടാൽ മതി. ഒരിക്കലും നിർബന്ധിക്കില്ല. പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം സർവ്വ കൈകളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ആമേൻ. സർവ്വ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജകീയമായിട്ട് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനം ബാബിലോണിന്റെ അടിമത്തത്തിലേക്കും വിലാപങ്ങളിലേക്കും പോയത് എന്ന് ബൈബിള് വായിക്കുക. പ്ലീസ് ഗോ ആൻഡ് റീഡ് ദോസ് ബൈബിൾ പാസേജസ്. The book of Lamentation, the book of Sirach, Proverbs, 1 Kings and 2 Kings, 1 Samuel and 2 Samuel. Please go through those books of the Lord. Then you will see ഞാൻ പറഞ്ഞ ശരിയാണെന്ന് മനസ്സിലായി.